ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. ഇച്ചായൻ എന്നാ പാട്ട് പഠിച്ചു കഴിഞ്ഞില്ലായിരുന്നോ? നാളെ രാവിലെ പള്ളി പോവാനുള്ളതാ. അതല്ലടി, നമ്മുടെ കരോൾ മത്സരമില്ലേ, ഇത്തവണ ഒരു പുതിയ പാട്ട് നോക്കണം. അതിനിപ്പോ എവിടുന്നാ പുതിയ പാട്ട്? ഇത് ഔസേപ്പച്ചനും മറിയാമ്മയും, കാഞ്ഞിരപ്പള്ളി അച്ചായനും അച്ചായത്തിയും ഈ തണുത്ത സായാഹ്നത്തിൽ അവരുടെ വീട്ടുമുറ്റത്ത് നടക്കുന്ന ചില കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ ഒരു കുളിരും രാവിലേക്ക് ഏവർക്കും സ്വാഗതം. തരംഗിണിയുടെ പുതിയ ആൽബം ഇറങ്ങിയിട്ടുണ്ട്, സ്നേഹപ്രതീകം. ആന്നോ? റേഡിയോയിലൊന്നും കേട്ടില്ലായിരുന്നല്ലോ. മത്തായി കുഞ്ഞിന്റെ അടുത്ത് കാസറ്റ് ഉണ്ട്, ഇന്നലെ അവിടെ പോയപ്പോ കേട്ടതാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ. വരികൾ മൊത്തം അങ്ങ് ഓർമ്മ വരുന്നില്ല. ആ, റാണിമോള് വന്നല്ലോ. എന്നാ മോളെ? അല്ല വല്യപ്പച്ച, എന്താ ഈ പാട്ട് തന്നെ പാടാൻ ഇത്ര ഇഷ്ടം? ആ, മോൾക്കും ഇഷ്ടപ്പെട്ടോ? എന്താ ഇതിന്റെ അർത്ഥം? മോള് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ, അങ്ങ് ദൂരെ യഹൂദ എന്നൊരു ദേശമുണ്ടായിരുന്നു. ഒരു ധനുമാസത്തിൻ, ഇപ്പോൾ വൃശ്ചികം, അടുത്തത് ധനുമാസം. കുളിരും രാവിൽ, ഇതുപോലെ നല്ല കുളിരൊക്കെയുള്ള ഒരു രാത്രിയിൽ. ആഹാ, കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ. അങ്ങനെ ഒരു കുളിരും രാവിൽ എന്താണ് സംഭവിച്ചത്? എങ്കിൽ മോൾ അത് മുഴുവനും കേട്ടോ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ. ഇത്തവണ തണുപ്പ് കുറച്ച് നേരത്തെ ആയല്ലോ. ആ, എന്നായാലും വിറക് പെറുക്കി വെച്ച നന്നായി. തീയെങ്കിലും കായാലോ. കത്തിച്ച് തീർക്കണ്ട, കപ്പ വാട്ടാനുള്ളതാ. അവിടെ ആരാ വന്നിരിക്കുന്നേ? ശരിയാണല്ലോ, വലിയ കുപ്പായവും തലപ്പാവും ഒക്കെ ഉണ്ടല്ലോ. ഒരു കുതിരയും ഉണ്ടല്ലോ. കണ്ടിട്ടൊരു രാജാവിന്റെ പോലെ. ഇപ്പോ ഇതിലെ ഏത് രാജാവ് വരാനാ? അതെ, പഴശ്ശിരാജയും മാർത്താണ്ഡവർമ്മയൊക്കെ കാലം ചെയ്തിട്ട് കുറെ നാളായി. ഇനി വല്ല നാടകക്കാരോ മറ്റോ ആന്നോ? കണ്ടിട്ട് പിച്ചയ്ക്ക് വന്നാണെന്ന് തോന്നുന്നില്ല. ഇച്ചായൻ ചെന്നങ്ങ് ചോദിച്ചേ. ചോദിക്കല്ലേ? ചോദിച്ചേ. കയ്യിൽ വാളൊന്നുമില്ല. അതെ, ആരാ മനസ്സിലായില്ലല്ലോ. നാം കാസ്പർ രാജാവ്. ഓ, അപ്പൊ രാജാവ് തന്നെയല്ലേ? ഏത് രാജ്യത്തെ? പിറവം ദേശത്തിന്റെ അധിപനാണ് ഞാൻ. അല്ല, രാജാവെന്നാ ഇവിടെ? പിറവം ദേശം ഏറെ ദൂരെയാന്നല്ലോ. നമ്മുടെ വാനനിരീക്ഷണത്തിൽ ഒരു സവിശേഷ നക്ഷത്രം കണ്ടതിൽ പ്രകാരം അങ്ങു യഹോദിയായിൽ പിറന്ന രക്ഷകനെ കാണാനായി പോയതാണ് നാം. ഓ, അതൊക്കെ അങ്ങ് ദൂരെയാന്നല്ലോ. മടുത്തു കാണുമല്ലോ. ഞാൻ കുറച്ച് കപ്പയും മുളക് പൊട്ടിച്ചതും എടുക്കട്ടായോ? ഭക്ഷണത്തിനൊന്നും സമയമില്ല. കുറച്ച് ജലം നമുക്കും നമ്മുടെ കുതിരയ്ക്കും. അതിനെന്നാ, നമ്മുടെ പറ്റാത്ത കിണറാ, എത്ര വേണേലും കോരിയെടുത്താട്ടെ. എടി, രാജാവിനെ കൊണ്ട് വെള്ളം കോരിക്കോ? നീ പോയി ആ കുതിരയ്ക്ക് കുറച്ച് വെള്ളം കോരി കൊടുത്തേ. എന്നാ നിങ്ങൾ സംസാരിച്ച് നിൽക്ക്, ഞാൻ കുറച്ച് മോരും വെള്ളവും വല്ലതും എടുത്തോണ്ട് വരാം. അല്ല, രാജാവരെ കാണാൻ പോയെന്ന് പറഞ്ഞിട്ട് കണ്ടോ? കണ്ടു വണങ്ങി നമ്മുടെ സമ്മാനമായി കുന്തിരിക്കപ്പെട്ടിയും സമർപ്പിച്ചു. ഓ, കുന്തിരിക്കത്തിന്റെ വാസന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പോകാൻ അല്പം തിടുക്കമുണ്ട്. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി.
അവളിപ്പോ വരും. മറിയാമ്മേ, 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 മറിയാമ്മേ. ഇച്ചായ, ഇച്ചായ, എന്നത്തിനാ ഇങ്ങനെ കൂവി വിളിക്കുന്നേ? അല്ല, രാജാവിന് കുറച്ച് വെള്ളം കോരിക്കെടുക്കാൻ പറഞ്ഞിട്ട് നീ എവിടെ പോയിരുന്നു? ഏത് രാജാവ്? ഞാൻ ഇറയത്തിച്ചിരി പണിയിലായിരുന്നു. അതെന്നെ അങ്ങനെ ചോദിക്കണേ? നീയും കൂടെ ഇല്ലായിരുന്നു ആ കാസ്പർ രാജാവ് കഥയൊക്കെ പറഞ്ഞപ്പോൾ? ആഹാ, ഇത് നല്ല പൂകില്. ഈ അസമയത്ത് കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പൊ എനിക്കായി കുറ്റം. ഇവിടെ ഒരു രാജാവും വന്നില്ല. നിങ്ങളേതോ സ്വപ്നം കണ്ടതാ? ഓ, സ്വപ്നമായിരുന്നോ? അല്ലേലും ബെത്ലഹേമിന് പോയ രാജാവ് ഇവിടെ എന്തിനു വരണം? എന്റെ ഒരു കാര്യം. ഇച്ചായം പോയി കുരിശു വരച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കിയാട്ടെ. ഇനി ഇവിടെ കിടന്ന് ആവശ്യമില്ലാത്ത സ്വപ്നമൊന്നും കാണണ്ട. അല്ല, ഇതെവിടുന്ന ഈ പാത്രം? കണ്ടിട്ട് നല്ലതാണല്ലോ. അത് ശരിയാണല്ലോ, ഇതിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. എന്താണ് അതിലുള്ളതെന്ന് നോക്കിയേ. ഇത് കുന്തിരിക്കുകയാണല്ലോ. അതേ, നല്ല മണമുള്ള കുന്തിരിക്കം. ആ കാസ്പർ രാജാവ് ബെത്ലഹേമിലേക്ക് കുന്തിരിക്കം കൊണ്ടുപോയി എന്നാ പറഞ്ഞേ. ഇനി ശരിക്കും വന്നായിരുന്നോ? എന്തായാലും വാ, ഇത് കൊണ്ടുപോയി അറയിൽ വെച്ചേര്. എന്നിട്ട് അടുത്ത പരിപാടി ആവട്ടെ. വല്യപ്പച്ചൻ എന്തിനാ എപ്പോഴും ഇവിടെ വന്നിരിക്കുന്നേ? ഇവിടെ ഇങ്ങനെ ചെറിയ തണുപ്പിൽ തീയൊക്കെ കാഞ്ഞിരിക്കാൻ ഒരു രസമല്ലേ? നമുക്ക് സ്വപ്നങ്ങൾ കാണാം, കഥകൾ പറയാം, പാട്ട് കേൾക്കാം. ആ, വല്യപ്പച്ചൻ സ്വപ്നത്തിൽ രാജാവിനെ കണ്ട കാര്യമൊക്കെ വല്യമ്മച്ചി എന്നോട് പറഞ്ഞു. ഓ, അപ്പോൾ മോളത് കേട്ടോ? അല്ല, വല്യപ്പച്ചൻ പറഞ്ഞ കഥയിലും 3 രാജാക്കന്മാരുണ്ടായിരുന്നല്ലോ. ആ രാജാവ് തന്നെയാണോ സ്വപ്നത്തിൽ വന്നത്? അതേ രാജാവാണ് മോളെ ഇവിടെയും വന്നത്. അപ്പോ വല്യമ്മച്ചി കാണിച്ച കുന്തിരിക്കമോ? അതെ മോളെ, സ്വപ്നമാണോ മായയാണോ എന്നൊരെത്തും പിടിയും കിട്ടുന്നില്ല. പ്രായത്തിന്റെ ആവും. അതൊക്കെ പോട്ടെ, വല്യപ്പച്ചൻ ഡാൻസ് കളിച്ചിട്ടുണ്ടോ? ഡാൻസ് ഒന്നും അറിയില്ല മോളെ. പണ്ട് നാടകം കളിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ ഒരു കലാവേദിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. എങ്കിൽ ഞാനൊരു ഡാൻസ് പഠിപ്പിക്കട്ടെ? അത് വേണ്ട മോളെ, മോള് കളിച്ചാ മതി. ആ, എങ്കിൽ പിന്നെ ഞാനും കൂട്ടുകാരും കൂടി ഡാൻസ് ചെയ്യുന്നത് കാണാൻ വരുന്നോ? ഉറപ്പായും വരാം. വാ, മോള് പോയി പ്രാക്ടീസ് ചെയ്തു, ഞാനും വരാം. എന്നാ വാ. അല്ല, ഇതാര്? മത്തായി കുഞ്ഞോ? കുറച്ചു കാലമായല്ലോ ഈ വഴിയൊക്കെ കണ്ടിട്ട്. ആ, കുറച്ച് കപ്പ വാട്ടിയത് തന്നേക്കാമെന്ന് കരുതി ഇറങ്ങിയതാ. ഔസേപ്പച്ചൻ എന്നാ ഗേറ്റ് ഒക്കെ തുറന്നിട്ട് ഇവിടെ ഇരിക്കുന്നത്? ഓ, അത് മറന്നു. അല്ലേലും ഇവിടെ ആരും അങ്ങനെ വരാറില്ല. മത്തായി കുഞ്ഞു കൂടുന്നോ? നല്ല പനങ്ങളുണ്ട്, നമ്മുടെ പറമ്പിലെയാ. ഞാൻ വന്ന വഴിക്ക് കുട്ടപ്പന്റെ ഷാപ്പിൽ ഒന്ന് കയറിയായിരുന്നേ. അവിടെയാണ് മൂത്ത തെങ്ങും കള്ള് കിട്ടും. എന്നാ പിന്നെ ഞാൻ ആ ഗേറ്റ് ഒന്ന് അടച്ചിട്ട് വരാം. മത്തായി കുഞ്ഞു പോരെ, വർത്തമാനമൊക്കെ പറയാമല്ലോ. ആ, എന്നാ വാ. അല്ല, അവിടെ ആരോ ഉണ്ടോ? ഏയ്, ഇപ്പൊ അവിടെ ആര് വരാനാ? ഒരു സ്ത്രീ രൂപം കണ്ടതുപോലെ. സ്ത്രീ രൂപമോ? എവിടെ? ഔസേപ്പച്ചന് പേടിയൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, പേടിയോ? ഔസേപ്പേ, ഞാൻ പോട്ടെ. മത്തായി കുഞ്ഞെ, നിക്ക്, പോവല്ലേ? അയ്യോ, പോയോ? അറിയാമേ, ആരും ഇല്ല ഇവിടെ.
ഈശോയെ, കാവൽ മാലാഖമാരെ കാത്തോളണേ. ഹോ, അത് നീയായിരുന്നോ? പിന്നെ നിങ്ങൾ ആരാന്നാ വിചാരിച്ചേ? അത് മത്തായി കുഞ്ഞ് പെട്ടെന്ന് നിന്നെ കണ്ടപ്പോ ഓർത്തു യക്ഷിയാണെന്ന്. അതെന്നാ ഈ വേഷത്തിൽ കണ്ട അങ്ങനെ തോന്നുവോ? ഇല്ല, പക്ഷേ എന്നിട്ടാണോ ഇങ്ങനെ വരണ്ട് നിൽക്കുന്നത്? ഏയ്, ഞാൻ പേടിച്ചൊന്നുമില്ല. അതാ നിപ്പ് കണ്ടപ്പോ എനിക്ക് തോന്നിയായിരുന്നു. രാത്രിയിൽ കള്ളും മോന്തിയിട്ട് ഓരോന്ന് കണ്ടോളും. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇല്ലെന്നേ, പരിപാടി ഇനിയുണ്ട്. എങ്കിൽ പിന്നെ നിങ്ങൾ അതും കഴിഞ്ഞ് വന്നേച്ചാ മതി. ഞാൻ പോവാ.